അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ട്രൂക്കിൻ്റെ ഒരു TWS ഇയർബഡ് ആണ്. അതായത് ട്രൂക്ക് ബഡ്സ് പ്രോ എന്നൊരു മോഡലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോക്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മോൻ കണ്ട ബോക്സിലേക്ക് ഫോക്കസ് ആവില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ബോക്സ് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ബോക്സ് എന്തായാലും അടുത്ത് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു പരസ്യം ചെയ്യുന്ന ഒരു 1500 റേഞ്ചിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ്. അത് ആക്ച്വലി പ്രൈസ് വിൽക്കുന്നത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും എൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു സംഭവമാണ് അവർ ആക്ച്വലി പറയുന്നത്. അതായത് ANC ഉള്ള ഒരു മോഡലാണെന്ന് പറയുന്നത്. അതായത് 1500 റേഞ്ചിൽ പറയുമ്പോൾ ANC എന്ന് പറയുമ്പോൾ നല്ലൊരു ഡീല് തന്നെയാണ്. എന്തായാലും നമുക്കിത് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം. ഇതിൽ അവർ അപ് ടു 30 ഡെസിബിൾ വരെ കട്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഒരു ആവറേജ് തന്നെയാണ്. നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബോക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ട്രൂക്കിൻ്റെ ഒരു ബോക്സ് തന്നെയാണ് കേട്ടോ. ട്രൂക്ക് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇതിൽ നമുക്ക് അവർ ബാക്കിലായിട്ട് ഹൈബ്രിഡ് ANC എന്ന് കൊടുത്തിട്ടുണ്ട്. 10 hour പ്ലേ ടൈം ഓൺ സിംഗിൾ ചാർജ് കൊടുത്തിട്ടുണ്ട്. 1 സ്റ്റെപ്പ് ഇൻസ്റ്റൻറ്റ് പെയറിംഗ് മോഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അൾട്ടിമേറ്റ് ഗെയിമിംഗ് വിത്ത് 50 ms ലോ ലാറ്റൻസി ആണ്. 50 ലോ ലാറ്റൻസി. അത് നല്ലൊരു പോയിൻ്റാണ്. ഇത് എന്താ വെച്ചാൽ അത് ആക്ച്വലി ഒരു ഗെയിമിംഗ് TWS അല്ല. എന്നിട്ട് 50 എന്ന് പറയുമ്പോൾ നല്ലൊരു ലോ ലാറ്റൻസി തന്നെയാണ്. പവർഫുൾ ഡീപ് ബാസ് മോഡുള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ സീംലെസ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ബ്ലൂടൂത്ത് 5.1 കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഇൻ ദ ബോക്സ് ടൈപ്പ് സി കേബിൾ, ഇയർബഡ്, ചാർജിങ് കേസ്, ഇയർ ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്താലോ. TWS കാര്യങ്ങളൊക്കെ ഇതിൽ ഡ്രൈവർ സൈസ് 12.5 ടൈറ്റാനിയം ഡ്രൈവറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ്. നിങ്ങൾ URL ഉണ്ടായിരിക്കും, ചെക്ക് നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യണം. ഞാൻ അത് പിന്നെയും പറയുകയാണ്. നിങ്ങൾക്ക് ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിംഗ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂക്കിൻ്റെ ബഡ്സ് പ്രോൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് എന്തായാലും ജസ്റ്റ് ഫസ്റ്റ് പരിചയപ്പെടാം. ഇത് നമ്മൾ സീൽഡ് ബോക്സ് ആണ്, നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ട്രൂക്കിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ട്രൂക്ക് ബഡ്സ് പ്രോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, ചാർജിങ് കാണിക്കാനുള്ളത്. പിന്നെ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അപ് ടു 30 ഡെസിബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സീംലെസ് കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് 5.2, 50 ms ഗെയിം മോഡ് ഉണ്ട്, 48 മണിക്കൂർ പ്ലേ ടൈം ഉണ്ട്, ട്രൂ ഡീപ്പ് ബാസ് ആണ്, 12.4 mm ടൈറ്റാനിയം ഡ്രൈവർ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് അതേ സ്പെസിഫിക്കേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൽ. പക്ഷേ നമുക്ക് പ്രൈസിങ് ഡീറ്റെയിൽസ് ഒന്നും കാണാനില്ല. സൈഡിൽ നമുക്ക് മുകളിൽ കാണാം, അല്ല ബാക്കിൽ അടിയിൽ കാണാം. പ്രൈസിങ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇമ്പോർട്ടർ ആൻഡ് മാർക്കറ്റ് ബൈ ആണ്. അപ്പോൾ അത് മെയ്ഡ് ഇൻ ചൈന തന്നെയായിരിക്കും. കസ്റ്റമർ കെയർ കൺട്രി ഓഫ് ഒറിജിൻ ചൈന തന്നെയാണ് നിങ്ങൾക്ക് കണ്ടായിരിക്കും. കസ്റ്റമർ കെയർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മഹാരാഷ്ട്രയാണ് കേട്ടോ. 4499 പ്രൈസ് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1500 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് ബൈയിങ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ടൈപ്പ് സി കേബിൾ, നമുക്ക് ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ട്രൂക്കിൻ്റെ ഒരു വാറൻറ്റി കാർഡാണ്. പിന്നെ ഒരു എന്താ പറയുക, എൻ്റെ പേരെന്താ, യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും വന്നിട്ടുണ്ട്. വേറെ ഒന്നും ഇല്ല കേട്ടോ, തന്നെയുള്ളൂ. വേറൊരു ചെറിയൊരു പേപ്പറുണ്ട്, പറഞ്ഞുള്ളൂ. നമുക്ക് എന്തായാലും ഇത് പ്രൊഡക്റ്റ് എടുക്കാം. അവർ ഇത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ആക്ച്വലി ഇത് കൊള്ളാം. അടിയിലൊരു സിൽവർ ലൈനിങ് സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടായിരിക്കും. ട്രൂക്കിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ബഡ് ഒരു ബ്ലൂ കളറാണ് കേട്ടോ, ബാക്കിയെല്ലാം ബ്ലാക്ക് കളറാണ്. പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് എടുത്ത് വയ്ക്കാം. നമ്മുടെ കേസ് എടുക്കാം. കേസ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ പിടിക്കുമ്പോൾ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് വരുന്നത്. ഇത് ഇങ്ങനെ തുറക്കാം. നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് 100%. ഇത് കൊള്ളാട്ടാ, ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക, മുകളിലത്തെ കേസ് അടക്കുന്നതിൻ്റെ ഒരു സൗണ്ടും ഫീലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി തോന്നുന്നുണ്ട് എനിക്ക്. ആക്ച്വലി ശരിക്കും ഈ സൈഡിലായിട്ട് ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു ഹാർഡ് പോലത്തെ ഒരു സർഫസ് വന്നിട്ടുണ്ട്, പിടിക്കാനുള്ളതാണെന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഹിഞ്ചും നല്ല ഹിഞ്ച് തന്നെയാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ സൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ഉണ്ട്, നല്ലൊരു സൗണ്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ സംഭവം ഇതിൽ ഇട്ട് നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് പെയർ ചെയ്തിട്ട് നമുക്ക് എന്തായാലും സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഞാനിത് ഇതിൽ വെച്ചിട്ടുണ്ട്. അതവിടെ ചാർജ് തുടങ്ങി കേട്ടോ. അതിൽ വെച്ചപ്പോൾ അതിൽ ഡിസ്പ്ലേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ചാർജ് ആവണമെന്ന് കാണിക്കുന്നുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ഇതിൻ്റെ സംഭവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കൊരു റിയൽമിയോ അല്ലെങ്കിൽ ഒപ്പോൻ്റെ ഒക്കെ ഒരു ഫീൽ വരുന്നുണ്ട്. അത്രയ്ക്കും ബിൽഡ് ക്വാളിറ്റി എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയിലായിരുന്നു 500 രൂപയ്ക്ക്. അടിയിൽ നമുക്കൊരു റീസെറ്റ് ബട്ടൺ വരുന്നുണ്ട്. ഉണ്ടോ,
ഇവിടെ നമുക്ക് ടൈപ്പ് സി പോർട്ട് വരുന്ന ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ എന്ന് വരുന്നത്. എനിക്ക് തോന്നുന്ന ചാർജ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ കത്താറുള്ളതാണ്. ഇതൊരു ബ്ലൂ കളറാണ്. നമുക്ക് ആക്ച്വലി 2-3 കളറിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുക്കാം. താഴെയായിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രാ ഇയർബഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോൺ എടുത്തിട്ട് നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ, പക്ഷേ അപ്പോഴേക്കും ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് പെയറിംഗ് മോഡിലേക്ക് കിട്ടും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനത് പെയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയറിങ് കൊടുത്തു. പെയറിങ് ആയി. നമുക്ക് 80% ചാർജ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ട്. SBC നമുക്ക് ഹൈ ക്വാളിറ്റി ഓഡിയോ SBC സപ്പോർട്ടിൽ വരുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇത് എടുത്ത് നോക്കാം. ഇതിൻ്റെ എന്താ പറയുക, ഒരു കംഫർട്ടബിലിറ്റി നമുക്ക് നോക്കണ്ടേ. ചെവിയിൽ വെക്കാനും നല്ല ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീൽ വരുന്നുണ്ട്. നല്ലൊരു സ്മൂത്താണ്. പിന്നെ എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി ആ ഒരു ചെവിയിൽ ഇത് ഫിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഇത് എൻ്റെ ഫേസിലേക്ക് ഞാൻ ക്യാമറ തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. നമ്മുടെ ക്യാമറ ഞാൻ എൻ്റെ ഇതൊന്ന് ശരിയാക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇയറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇയറിൽ കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കറണ്ട് പോയിന്റ് വന്നപ്പോൾ AC ഓഫ് ആയിരുന്നു. ഇതിൽ നമുക്ക് 2 മൈക്ക് വരുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ മുകളിലായിട്ട് 2 മൈക്ക് നിങ്ങൾക്ക് കറക്റ്റായി ക്ലിയർ ആവുന്നൊന്നുമില്ല. അപ്പോൾ ടോട്ടൽ 3 മൈക്ക് വരുന്നുണ്ട്. താഴെ വരണം, ഇവിടെ സെൻറ്ററിൽ വരണം, മുകളിൽ വരണം കേട്ടോ. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് നമുക്ക് ലൈവായിട്ട് തന്നെ പാട്ടും കാര്യങ്ങളൊന്നും കേട്ടോ. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ടെസ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വേറെ വീഡിയോ സൗണ്ട് ലെങ്ത്ത് കൂട്ടണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പാട്ടൊന്ന് കേട്ടോക്കട്ടെ കേട്ടോ. നമുക്കൊരു ബാസുള്ളൊരു പാട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു മെലഡി ആയിട്ടുള്ള പാട്ടും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ANC മോഡ് ഓൺ ആക്കണമെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ANC ഓൺ ആവും. ഓഫ് ചെയ്യണമെങ്കിൽ റൈറ്റിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതിയിട്ട്. അപ്പോൾ റൈറ്റിലും ലെഫ്റ്റിൽ വെച്ചാണ് അവർ കളിക്കുന്നത് സംഭവം, ടച്ച് മാർക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ സിംഗിൾ ടാപ്പ് നമുക്ക് ഇപ്പോൾ പ്ലേ പോസും ഉണ്ട്. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സോങ്ങും പ്രീവിയസ് സോങ്ങും ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിംഗ് മോഡ് വരുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ടൊരു ഗെയിമിംഗ് കളിച്ച് നോക്കി. ഇപ്പോൾ ഗെയിമിംഗ് മോഡിൽ എനിക്ക് നോർമലി നമ്മുടെ 2000 രൂപ റേഞ്ചിൽ വരുന്ന എന്താ പറയുക TWSൽ ഇഷ്ടപ്പെട്ടുകൂടാ. എന്ന് വെച്ചാൽ അതിനായിട്ടും കുറച്ചും കൂടി ഒരു ലാറ്റൻസി കുറവല്ല എന്ന് വെച്ചാൽ ലാറ്റൻസി കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. അതായത് ലിപ്സിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സൗണ്ട് സിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് കുറച്ചും കൂടി തോന്നുന്നുണ്ട്. പ്രൊഫഷണൽ സംഭവങ്ങളല്ലെങ്കിലും പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് 1500 റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലോ ലാറ്റൻസി വരുന്നൊരു ഗെയിമിങ്ങിനൊക്കെ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഗെയിമിംഗ് TWS വേണ്ടെങ്കിൽ കേട്ടോ. പിന്നെ കോളിംഗ് ഫീച്ചറിൽ നമ്മൾ പറയുമ്പോൾ ടാപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് സിംഗിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റും. ഡബിൾ ടാപ്പ് ചെയ്താൽ കോൾ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ കോൾ ഹോൾഡിലുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അങ്ങനെ കുറച്ച് 2-3 ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 6 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ പറ്റും. അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ അതിൽ ഓൾറെഡി നമ്മുടെ അതിൻ്റെ ബോക്സിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെയറിംഗ് ബട്ടൺ വയറിലുണ്ട്. അപ്പോൾ ഫീച്ചർ വൈസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മ്യൂസിക് ക്വാളിറ്റി, മെയിനായിട്ട് മ്യൂസിക് ക്വാളിറ്റി പറയുമ്പോൾ നമ്മൾ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 10 നമ്മൾ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 7 കൊടുക്കട്ടെ. അതായത് ബാസ് ഉണ്ട്, ഓൾറെഡി പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അധികം കേൾപ്പിക്കുന്നില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരും എന്ന് വെച്ചാൽ നമ്മളിതിൽ ടച്ച് ചെയ്തല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പോസ് ചെയ്ത് വന്നത് ഓൾറെഡി. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. മ്യൂസിക് ക്വാളിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ആവറേജാണ്. 10-7. അതായത് ഹെവി ബാസും ഇല്ല, ഭയങ്കര സൂപ്പർ ക്ലാരിറ്റിയും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. എല്ലാത്തിനും ഒരു മിഡിൽ റേഞ്ചിൽ വരും. ഭയങ്കര ബാസ് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അവർ പറഞ്ഞ പോലെ ഹൈ ബാസും കാര്യങ്ങളൊന്നുമില്ല, ഒരു ആവറേജ് ആണല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10-7 നമുക്ക് എന്തായാലും കൊടുക്കാം. വോയിസ് ക്ലാരിറ്റിയും ഒരു ഭയങ്കര വോയിസ് ക്ലാരിറ്റി ഇല്ല, എന്നാലും ഭയങ്കര ക്ലാരിറ്റി ഇല്ല, ഒരു ആവറേജ് അല്ല, അതിനായിട്ടും കുറച്ച് മുകളിൽ. എല്ലാത്തിനും ഒരു മിഡിലായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 ഓവറോൾ നമുക്കൊരു 7 കൊടുക്കാൻ പറ്റും. പക്ഷേ ബിൽഡ് ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു 9 കൊടുക്കാം കേട്ടോ. ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേയും ഒക്കെ കൊള്ളാം.
എന്തായാലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 2500-3000 റേഞ്ചിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഫീച്ചർ വൈസ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ. എന്തായാലും ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യട്ടെ. ഈ സംഭവം പ്രൊഡക്റ്റ് എന്തായാലും പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇന്ത്യൻ ബ്രാൻഡാണ്, പക്ഷേ കാര്യങ്ങളൊക്കെ മോസ്റ്റ്ലി എല്ലാ പ്രൊഡക്റ്റും റീബ്രാൻഡഡ് ആണ്. എന്നാലും അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള സംഭവം റീബ്രാൻഡ് ചെയ്തൊക്കെ എന്താണെന്ന് എന്തായാലും കണ്ണും പൂട്ടി പറയാൻ പറ്റൂട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു അൺബോക്സിങ്ങും ഓവർവ്യൂ നമ്മുടെ ട്രൂക്ക് ബഡ്സ് പ്രോൻ്റെ ആട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.